അങ്ങനെ സമരമൊക്കെ തീർന്ന് ഭരണം ഒരു ലെവലായ സ്ഥിതിക്ക് ഇനി സർക്കാരിന്റെ മറ്റു പദ്ധതികളിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആശയങ്ങളുണ്ട്. നല്ല ഒരു ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം. അത് CM-ന്റെ ഒരു വലിയ ആഗ്രഹമാണ് മുഖ്യമന്ത്രിയുടെ. മുഖ്യമന്ത്രിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ആയുർവേദത്തോട് വലിയ കമ്പമുണ്ട് അദ്ദേഹത്തിന്. ആയുർവേദത്തിന്റെ ഒരു സെമിനാർ ഞങ്ങൾ നടത്തിയപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം അവിടെ വന്നിട്ട് പ്രസംഗിച്ചു. എനിക്കൊരു ഗുരുതരമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു. പോലീസിന്റെ അടി കിട്ടിയിട്ട് കഴുത്തിന് ഭയങ്കര പുറത്തൊരു വേദനയാണ്, കഴുത്തിന് താഴെ. ഒരുമാതിരി ചികിത്സയൊക്കെ നടത്തി നോക്കി, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അവസാനം ഒരു വൈദ്യര് ഒരു തൈലം കൊടുത്തു പുരട്ടാൻ വേണ്ടിയിട്ട്. അത് പുരട്ടി കുളിച്ച് കുറേ ദിവസം, ഒരു മാസക്കാലം അത് ശുശ്രൂഷ നടത്തിയപ്പോൾ ആ വേദന പമ്പ അടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആയുർവേദത്തിന് സാക്ഷ്യം, അനുഭവ സാക്ഷ്യം നൽകുകയായിരുന്നു അവിടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതുള്ളതാണ്. ആ അനുഭവ സാക്ഷ്യം പൊളിമിക്സും കണ്ടതാണ്. പണ്ട് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ കുറച്ച് തല്ലൊക്കെ കൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു സമയം. അപ്പോൾ തല്ലിൻ്റെ ഭാഗമായി ജയിലിൽ ചികിത്സ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ബാക്കിയായി. ഇരുന്നാൽ ഈ നെഞ്ചിൻ്റെ ഇതിൻ്റെ നേരെ പുറകിലുള്ള ഭാഗം അവിടെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയുണ്ടാവും. നമ്മുടെ നാടൻ ഭാഷയിൽ ഞവടിപ്പറിക്കുന്നത് അങ്ങനെ വല്ലാത്ത തിരിച്ചൽ പോലെയായിരിക്കും, വല്ലാത്ത വേദനയായിരിക്കും. അപ്പോൾ എനിക്ക് മരുന്ന് കൊടുത്തയക്കുന്ന ആൾ തലശ്ശേരിയുള്ള ഒരാളാണ്. അദ്ദേഹം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല, ആയുർവേദ ഡോക്ടറൊന്നുമല്ല, എന്നാൽ കളരി ഭാഗമായിട്ട് ബന്ധപ്പെട്ടയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിവരം അയച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരീരം കാണണം. ജയിലിനകത്ത് കിടക്കുന്ന ആളെ ശരീരം എങ്ങനെ കാണും? അപ്പം അന്നത്തെ ജയിൽ സൂപ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരവസ്ഥയുണ്ടല്ലോ, എന്താ ചെയ്യുക? അത് വിഷമിക്കണ്ട, നിങ്ങൾ അദ്ദേഹത്തോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ജയിൽ സൂപ്രണ്ടിനെ കാണാൻ അദ്ദേഹം ചെയ്തു. അപ്പോൾ ജയിൽ സൂപ്രണ്ട് എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം വന്നപ്പോൾ അപ്പോൾ അവിടെ വെച്ച് ശരീരം കണ്ടു. ഒരു ചെറിയ കുപ്പിയിലെ തൈലം കൊടുത്തയച്ചു. എന്നോട് പറഞ്ഞത് കുളിച്ച് കഴിഞ്ഞിട്ട് ശരീരത്തിൽ നമുക്ക് പെരട്ടിക്കണം ഈ ഭാഗം. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും എന്നെ വേദനയൊക്കെ പോയി. പിന്നെ ജയിലായതുകൊണ്ട് പെരട്ടിക്കൊണ്ടേ ഇരിക്കാമല്ലോ, അല്ലാതെ കുറേ ദിവസം അതിങ്ങനെ പെരട്ടിക്കൊണ്ട് അത് തീർന്നവരെ പെരട്ടി എന്ന് പറയാം. പിന്നെ ഇതുവരെ ആ വേദന ഉണ്ടായിട്ടില്ല. അതാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആയുർവേദ മരുന്ന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഇതും നഷ്ടപ്പെട്ട കൂട്ടത്തിലാണ്. അദ്ദേഹം ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്താണെന്ന്. അത് 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 പിന്നെ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. പാരമ്പര്യ അറിവുകളുടെ കുഴപ്പമാണത്. കൃത്യമായി കൈമാറുകയും സംരക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അതങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പാരമ്പര്യ വൈദ്യന്മാരെ അംഗീകരിക്കണം എന്ന് പറയുന്നത്. പാരമ്പര്യ വൈദ്യന്മാരും ഡോക്ടർമാരും തമ്മിലൊരു ചെറിയൊരു ക്ലാഷ് ഉണ്ട്, ഇല്ലാതില്ല. ശ്രീമ ടീച്ചറുടെ കാലത്ത് ഈ പാരമ്പര്യ വൈദ്യന്മാർക്ക് ഒരു അംഗീകാരം കൊടുക്കാൻ കഴിയുമെന്ന് ഓർത്തിട്ട് ഒരു ശ്രമം നടത്തിയപ്പോൾ നിങ്ങളെല്ലാം കൂടി ഭീഷണിപ്പെടുത്തി അത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പൊ ആ പദ്ധതിയായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്, എന്നാലും വരുന്നുണ്ട്. കൊടുക്കരുതേ എന്ന് പറയാണ് നിങ്ങളുടെ ഡോക്ടർ ഇവിടെ ഇരുന്നത്. കൊടുക്കാതിരിക്കാനാണോ കൈയടിച്ചതെന്ന് എനിക്കറിയില്ല. ഡോക്ടർമാരാണ് ആരോഗ്യമന്ത്രിയുടെ മുന്നിലിരുന്ന് കൈയടിക്കുന്നത് എന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു കാര്യം നമ്മൾ സമ്മതിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അതായത് പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന ചില അറിവുകളുണ്ട്. ഈ ആയുർവേദം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യത്തിലൊന്നും പ്രസംഗിക്കുന്നതല്ല കേട്ടോ, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് കേൾക്കരുത്. ആയുർവേദം എന്ന് പറയുന്നത് ഇപ്പോഴും പരീക്ഷണശാലകളിൽ തെളിയിക്കപ്പെട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ശാസ്ത്രമായിട്ട് മാറിയിട്ടുണ്ട്, സയൻസ് ആയിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഇതിന്റെ ഉത്ഭവം മനുഷ്യന്റെ ജീവിതമാകുന്ന പരീക്ഷണശാലയിൽ ഒരു ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ എന്നുള്ള നിലയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദ ഡോക്ടർമാർ അഥവാ വൈദ്യന്മാർ, അവരിലും നല്ലൊരു ഭാഗം പാരമ്പര്യ വൈദ്യന്മാരാണ്. വൈദ്യന്മാര് പണ്ടത്തെ മഹർഷിമാരൊക്കെ അല്ലെങ്കിൽ മഹർഷി തുല്യരായിട്ടുള്ള വൈദ്യന്മാരൊക്കെ പരീക്ഷിക്കുകയാണ് അവർക്ക് തോന്നിയ മരുന്നുകൾ. ആ പരീക്ഷണം അത്രയും മനുഷ്യരിൽ തന്നെയാണ് നടത്തിയത്. അവർ വളരെ സമർത്ഥന്മാരായതുകൊണ്ട് ഒരുപാട് ആളുകൾ പരീക്ഷണത്തിന്റെ ഭാഗമായി മരിച്ചു. സമർത്ഥന്മാരായതുകൊണ്ടല്ല, ലാഭേച്ഛ ഇല്ലാത്തവരായതുകൊണ്ട് എന്ന് പറയാം. ഇപ്പോൾ
മുതലാളിത്തത്തിന്റെ പരീക്ഷണം നടക്കുന്നത് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ട് വിറ്റഴിച്ചെങ്ങനെ ലാഭമുണ്ടാക്കാം അതാണ് പരീക്ഷണത്തിനിടയിൽ ആളുകൾ വേറെ രോഗം വന്ന് മരിച്ചു പോകുന്നത്. അതും മനസ്സിലാവുന്ന തരത്തിൽ പറയണമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ വരണം. മൂപ്പർക്ക് അതിനും അനുഭവ സാക്ഷ്യമുണ്ട്. എൻ്റെ അനുഭവത്തിലുള്ള ഒരു കഥയും കൂടി ഞാൻ അതിൽ പറയാൻ. ഒരു വൈദ്യര് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിലൊരു കുട്ടിക്ക്, ഒരു പേരക്കുട്ടി പോലുള്ളൊരു കുട്ടിക്ക് ഒരു മരുന്ന് കൊടുത്തു. 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ കുട്ടി വൈദ്യരെടുത്ത് ചെല്ലാണ്. വൈദ്യരൊരു ഷോപ്പിലിരിക്കുന്നതാണ്. അപ്പം ഒന്നും ഭേദമായിട്ടില്ല. ഭേദാകാതിരിക്കില്ലാലോ, എന്താ ഭേദാകാതെ എന്ന് വൈദ്യര് അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ വൈദ്യർ ഇരിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ ആ മരുന്നിങ് എടുത്താട്ടെ എന്ന് പറഞ്ഞു. ഈ കൊടുത്ത മരുന്ന് ഷോപ്പിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വൈദ്യര ശാസ്ത്രം അനുസരിച്ച് ആ മരുന്നിനൊരു ചവർപ്പാണ് വേണ്ടത്. പക്ഷെ ഈ മരുന്നിന് മധുരമായിരുന്നു. ഇതെടുത്ത് വൈദ്യര് കഴിച്ചപ്പോൾ അപ്പം തന്നെ വൈദ്യര് പറഞ്ഞു, ഇനി ആ സൂക്ഷിച്ച് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഈ കമ്പനിയിൽ നിന്ന്, ഒരു ചെറിയ കമ്പനിയാണ്, അവരിൽ നിന്നൊരു മരുന്നും വാങ്ങാനും പാടില്ല. വേണ്ട, സർക്കാരിനൊരു മരുന്ന് കമ്പനി ഉണ്ടല്ലോ, ഔഷധി. അതങ്ങ് ഉഷാറാക്കിയാൽ പോരെ. ഔഷധി നമ്മുടെ മെഡിസിൻ നിർമ്മാണ കേന്ദ്രമാണ് ആയുഷിലെ. ഔഷധി നല്ലൊരു ടീച്ചറിന്റെ എല്ലാ കാലത്ത് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. എന്നാ ഔഷധിയെ തൃശ്ശൂരിന്റെ ബൗണ്ടറി വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ, പുറത്തൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്ര കണ്ട് ഒരു വലിയ സ്ഥാപനമായിട്ട് മാറുന്നില്ല. ഔഷധിക്ക് നല്ലൊരു MD, നിങ്ങളുടെ റിപ്പോർട്ടിനകത്ത് ഞാൻ വായിച്ചു, ഔഷധിക്ക് നല്ലൊരു MD നിശ്ചയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉത്തമൻ ഔഷധിയുടെ MD ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർക്കാരനാണ്, തലശ്ശേരിക്കാരനാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് കണ്ണൂർക്കാരനായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കേട്ടോ, അറിയുന്നത് കൊണ്ട് പറഞ്ഞതാണ് വ്യക്തിപരമായിട്ട്. അത് ശരിയാണ്. കണ്ണൂരുകാർ, പ്രത്യേകിച്ച് തലശ്ശേരിക്കാർ MD ആയി വന്നാൽ ആ സ്ഥാപനം അങ്ങ് ഉഷാറാകും, ഒരു സംശയവുമില്ല. സർക്കാരിൻ്റെ കാര്യം കണ്ടില്ലേ, അതിൻ്റെ MD തലശ്ശേരിക്കാരനല്ലേ. പാർട്ടി കണ്ടില്ലേ, അതിൻ്റെ MD തലശ്ശേരിക്കാരനല്ലേ. രണ്ടും ഉഷാറല്ലേ. അതുപോലെ ഇനി ഔഷധിയും ഉഷാറാകും. നമുക്ക് ഇത്രയധികം ഹെർബ്സ്, ഇത്രയധികം ഔഷധ ചെടികൾ നമ്മുടെ കാടുകളിൽ ഉണ്ട്. എന്നാൽ ആ കൊച്ചു ശ്രീലങ്ക നമ്മയെല്ലാം കവച്ചു വെച്ചിരിക്കുന്നു. ഇന്തോനേഷ്യ നമ്മയെല്ലാം കവച്ചു വെച്ചിരിക്കുന്നു. ഔഷധ നിർമ്മാണത്തിലും ഹെർബുകൾ കയറ്റുമതി ചെയ്യുന്നതിലും അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിലും ഇന്തോനേഷ്യ എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇന്ത്യ മൊത്തത്തിൽ പോട്ടെ, കേരളം എവിടെ നിൽക്കുന്നു? എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. എവിടെ എത്തണം എന്ന് പറയൂ, എന്തു ചെയ്യണം എന്ന് പറയൂ. നമുക്ക് ഭാവിയിൽ കേരളത്തിൽ നിന്ന് ഹെർബുകൾ എക്സ്പോർട്ട് ചെയ്യാനും പറ്റണം. നമ്മുടെ മരുന്നുകൾ ഉപയോഗിച്ച്, നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മരുന്നിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം. മരുന്ന് നമ്മുടെ കേരളത്തിലുടനീളം എത്തിക്കുകയും കയറ്റുമതി ചെയ്യും. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നല്ല സ്ഥാനമാണ്. അപ്പോൾ ആയുർവേദ ബിസിനസ്സും നമ്മൾ ചിന്തിക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. ആണ്, ഉറപ്പായിട്ടും അതങ്ങനെയാണ്. അതിനു പറ്റുന്ന ആളുകൾ പൊളിമിക്സിന്റെ കൂട്ടുകാരായുണ്ട്. വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. ഇതാ ഇവരാണ്. ഇത് പേരുംപള്ളി. പിന്നെ ഇത് കോളില്ലെങ്കിൽ ഞങ്ങൾ തിപ്പല് കോളില്ലെങ്കിൽ കുരുമുളക് കോളില്ലെങ്കിൽ ഞങ്ങൾ ഊരിലെ കോളില്ലെങ്കിൽ ഞങ്ങൾ മുഗ്ഗില. അത് കോളില്ലെങ്കിൽ ഞങ്ങൾ എന്താ ഈ നീലൊക്കെ തപ്പിക്കല്ലേ, കുറുന്തൊട്ടി പറിക്കും. അത് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഈ എന്താ തടിച്ചൂരിലെന്ന് പറയും, തടിച്ചൂരിലെന്ന് പറയും, ഊരില. അത് പറിക്കും. അതില്ലെങ്കിൽ ഞങ്ങൾ പോത്തനൂരില പറിക്കും. കിട്ടണ മാതിരി എന്ത് മരുന്ന് ഞങ്ങൾ കിട്ടണം അതേമാതിരി. അത് ഇല്ലെങ്കിൽ അതും കിട്ടാൻ വയ്യില്ലെങ്കിൽ വരിച്ച കാലത്ത് ഞങ്ങൾ പോറ്റ് പാടക്കേങ്ങ് കിളക്കും. വാട അതും കിളക്കും. അതേമാതിരി നന്നാരി കിളക്കും. ഈ കള കിളച്ചിട്ട് കിട്ടണം ഞങ്ങൾ കൊടുന്ന് തന്നു. മക്കൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. ഈ സഖാക്കളെ കൂടെ കൂട്ടിയാൽ ഔഷധ വ്യവസായം ഉഷാറാക്കാം. എല്ലാം ശരിയാക്കാനുള്ളതല്ലേ. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടാ വന്നതെങ്കിലും എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മുതലാളിത്ത രാജ്യത്തിലെ ഒരു സംസ്ഥാനം മാത്രമാണ്. അങ്ങനെയാണ് ഞാൻ പറയുക. നിങ്ങൾ പല രാഷ്ട്രീയക്കാരെ ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് പറയാൻ എനിക്ക് പേടിയാണ്. അത് ശരി. എല്ലാം ശരിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ ഇനി ഇവിടെ നിൽക്കുന്നില്ല. രംഗം വിടുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.